ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുകൾ ഭാഗം പ്ലെയിനും താഴേക്ക് ഇതേപോലെ ഫ്രില്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു ഷരാറ സ്കേർട്ടാണ് ചെയ്തെടുക്കുന്നത്. ലൈനിങ്ങിന് വേണ്ടിയിട്ട് ക്രേപ്പ് മെറ്റീരിയൽ 3 മീറ്ററും അതേപോലെ തന്നെ നെറ്റ് നമ്മൾ പ്ലെയിൻ നെറ്റും ഗ്ലോസി ആയിട്ടുള്ള നെറ്റും എടുത്തിട്ടുണ്ട്. പ്ലെയിൻ നെറ്റ് വന്നിട്ട് 7 മീറ്റർ, ഗ്ലോസി ആയിട്ടുള്ള നെറ്റ് 9 മീറ്ററാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്ലെയിൻ നെറ്റ് വെച്ച് കൊടുക്കുന്നത് ക്യാൻ വെക്കാതെ നല്ല ബൗൺസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ലെയർ പ്ലെയിൻ നെറ്റും കൂടി ചെയ്തെടുക്കുന്നത് കേട്ടോ. ഈ സ്കേർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ പട്ട വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ് ക്യാൻവാസും ബാക്കിൽ ലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പീസ് ലാസ്റ്റിക്കും കൂടി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അളവുകളൊക്കെ മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേണിന് വേണ്ടിയിട്ട് ഏതൊക്കെ പാർട്സുകളാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുള്ള ഈ വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ടിനേക്കാളും കൂടുതൽ വേണം ബാക്കിൽ എടുക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ബാക്കിൽ ഇലാസ്റ്റിക് ഇട്ട് എടുക്കുന്നതുകൊണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്ക് ഈ താഴത്ത് കാണുന്ന ഈ പ്ലെയിൻ ആയിട്ടുള്ള ബോക്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി താഴേക്കുള്ള ഈ ഫ്രില്ല് വെച്ചിട്ടുള്ള ഭാഗമുണ്ടല്ലോ, ഫ്രില്ലെല്ലാം പ്ലേറ്റ്സ് ഇട്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ 2 പ്ലെയിൻ നെറ്റിൽ നിന്നും അതുപോലെ തന്നെ നമ്മൾ ഗ്ലിറ്ററി ആയിട്ടുള്ള നെറ്റ് എടുത്തിട്ടുണ്ടല്ലോ, ആ ഗ്ലോസി നെറ്റും 2 ലെങ്ത്തിൽ നമുക്ക് ബാക്കിയുള്ള ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം. ബെൽറ്റ് നമുക്ക് വേണ്ടത് 1 ഇഞ്ചാണ്. ഇതുപോലെ ഈ പ്ലെയിൻ ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത് ഒരു 9 ഇഞ്ച് വേണം. അപ്പോൾ 9 10 കഴിഞ്ഞ് ബാക്കി 26 ഇഞ്ച് നമുക്ക് ഈ ഞെറി വിട്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള നെറ്റ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫുൾ ലെങ്ത്ത് വരുന്നത് 36 ഇഞ്ചാണ്. ഇതിപ്പോൾ തയ്യൽ തുമ്പ് കൂട്ടാണ്ടുള്ള കറക്റ്റ് അളവാണ് കേട്ടോ പറഞ്ഞത്. നമുക്ക് തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഈ ഗ്ലോസി ആയിട്ടുള്ള മെയിൻ നെറ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് ഈ പട്ട കഴിഞ്ഞിട്ട് ബാക്കി ഈ താഴേക്കുള്ള ഈ സ്ക്വയർ പീസ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിലേക്കുള്ള പീസ് നമ്മൾ 17 ഇഞ്ച് വിഡ്ത്തും 10 ഇഞ്ച് ലെങ്ത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ബാക്കിലേക്ക് ലാസ്റ്റിക് വെച്ചെടുക്കാനുള്ളതായതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിൽ എടുത്തതിനേക്കാളും ഒരു 4 ഇഞ്ചെങ്കിലും മിനിമം എക്സ്ട്രാ കൂട്ടി കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 5 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് 17 + 5 22 ഇഞ്ച് വിഡ്ത്തും 10 ഇഞ്ച് ലെങ്ത്തിലുള്ളൊരു പീസാണ് ബാക്കിലേക്ക് കട്ട് ചെയ്തെടുത്തത്. ലെങ്ത്ത് രണ്ടിനും 10 ഇഞ്ച് തന്നെയാണ് എടുക്കേണ്ടത്. വിഡ്ത്തിൽ മാത്രമേ ഫ്രണ്ടും ബാക്കും വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇതേപോലെ തന്നെ നമുക്ക് ഈ കറക്റ്റ് അളവിൽ തന്നെ ലൈനിങ്ങിലും കൂടി ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും സെപ്പറേറ്റ് കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ 4 സൈഡും കൂട്ടി അടിച്ചിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് താഴേക്ക് ഫ്രില്ല് ചെയ്തെടുക്കാനുള്ള ഈ പ്ലെയിൻ നെറ്റും ഗ്ലോസി ആയിട്ടുള്ള നെറ്റുണ്ടല്ലോ, ഇത് രണ്ടും ഒന്ന് 26 ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായത് കാരണമാണ്. നിങ്ങൾ 26 ഇഞ്ച് ലെങ്ത്തിൽ 2 നെറ്റും കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. നമുക്കിതിൽ വേസ്റ്റ് ബാൻഡ് വെച്ച് കൊടുക്കാം. ഫ്രണ്ടിൽ നമുക്ക് പട്ട പിടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്യാൻവാസ് 17 ഇഞ്ച് ലെങ്ത്തും 1 ഇഞ്ച് വിഡ്ത്തിലുള്ളൊരു ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് 17 ഇഞ്ച് വീതിയും 3.5 ഇഞ്ച് നീളമുള്ളൊരു പീസ് എടുത്തിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ക്യാൻവാസില്ലേ, അത് ഇതിൻ്റെ മുകളിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതിൻ്റെ മുകളിലൊന്ന് അയൺ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കാം. ബാക്കിൽ നമുക്ക് ലാസ്റ്റിക് വെച്ച് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റിക്കിൻ്റെ നീളം എന്ന് പറയുന്നത് വേസ്റ്റ് റൗണ്ടിൻ്റെ പകുതിയേക്കാളും ഒരു 3 ഇഞ്ച് കുറച്ചിട്ട് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഒരു 14 ഇഞ്ച് ലെങ്ത്തിലുള്ള ലാസ്റ്റിക്കാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ലാസ്റ്റിക് കടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാൻഡ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കിൻ്റെ വീതി എത്രയായിരുന്നോ ആ സെയിം വീതിയിൽ തന്നെ ലെങ്ത്ത് 3.5 ഇഞ്ച് ലെങ്ത്തിലുള്ളൊരു പീസ് കട്ട് ചെയ്തെടുക്കുക. ലൈനിങ്ങിൽ നിന്നും അതേപോലെ തന്നെ ഗ്ലോസി ആയിട്ടുള്ള നെറ്റ് ഉണ്ടല്ലോ അതിൽ നിന്നും ഓരോ പീസ് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസ് ഉണ്ടല്ലോ അത് 2 പീസും കൂടി ഒരുമിച്ച് ഇതേപോലെ ഇതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് രണ്ടിൻ്റെ നല്ല വശവും തമ്മിൽ വെച്ചിട്ട് നമുക്ക് വക്കുകൾ തമ്മിൽ ഇതേപോലെ ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പട്ടനെ ഇതേപോലെ ചീത്ത വശത്തേക്ക് ഒപ്പം മടക്കി കൊടുക്കുക. ഒപ്പം മടക്കിയിട്ട് ആ തയ്യൽ തുമ്പ് അകത്തേക്കാക്കി തള്ളി വെച്ചിട്ട് ആ തയ്യൽ തുമ്പിൻ്റെ മേതയിൽ കൂടി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ പതിച്ചടിച്ചെടുക്കാം. തയ്യൽ തുമ്പ് ഇതേപോലെ ഉള്ളിലേക്കാക്കിയിട്ട് പട്ട ഇതേപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ചുളിവുകളില്ലാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റിക് കടത്തുമ്പോൾ തുണി ആകെ പിരിഞ്ഞു പോകും. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ലാസ്റ്റിക് ഉണ്ടല്ലോ, ലാസ്റ്റിക് ഒരു പിന്ന് വെച്ചിട്ട് നമുക്ക് ഈ
ബാൻഡിൻ്റെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് കടത്തി വെച്ചിട്ട് 2 സൈഡും പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് തുണി ഇതേപോലെ ഒന്ന് ഇലാസ്റ്റിക് ഇതേപോലെ ഒന്ന് വലിച്ച് വിട്ടു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതിലുള്ള ഈ ചുരുക്കുകളുണ്ടല്ലോ ഒരേ ലെവലിൽ തന്നെ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഫ്രണ്ടിൽ പട്ട ഇതിൽ പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടിൻ്റെയും നല്ല വശവും തമ്മിൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ടും ബാക്കും തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഓരോ പീസിലും നമുക്ക് ചുരുക്കുകൾ ഇട്ടിട്ട് 26 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ നെറ്റില്ലേ, പ്ലെയിൻ നെറ്റും ഗ്ലോസി ആയിട്ടുള്ള നെറ്റും, അത് രണ്ടും ഇതേപോലെ ഒന്ന് ചുരുക്കിട്ടിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം. ആദ്യം നമുക്ക് പ്ലെയിൻ നെറ്റ് ലൂസ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ചുരുക്കുകൾ ഇട്ടിട്ട് ഈ ഫ്രണ്ട് പീസിൻ്റെ വീതിക്ക് ഒപ്പാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഫ്രണ്ട് പീസിൻ്റെ ഈ ചീത്ത വശം ഉണ്ടല്ലോ, ചീത്ത വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റിന് നല്ല വശം ചീത്ത വശം നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഈ ലൈനിങ്ങിൻ്റെ വശം ഉണ്ടല്ലോ, ആ വശത്ത് വെച്ചിട്ട് നമുക്ക് ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ചുരുക്കിട്ടെടുത്ത ഗ്ലോസി ആയിട്ടുള്ള ഇതുണ്ടല്ലോ, അതിനെ ഇതേപോലെ ഇതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ചീത്ത വശത്തേക്ക് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മൾ ചീത്ത വശത്തും അതുപോലെ തന്നെ നല്ല വശത്തും നമുക്ക് തയ്യൽ തുമ്പ് പുറത്തോട്ട് കാണുന്നില്ല. ഈ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡ് ഫിനിഷിൽ തന്നെ നമുക്ക് തയ്യൽ തുമ്പ് ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതല്ലാതെ നമ്മൾ സാധാരണ ചെയ്യണ പോലെ 2 നെറ്റും ഇതും കൂടി ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ തയ്യൽ തുമ്പ് പുറത്തേക്ക് കണ്ടിട്ട് നല്ല കട്ടിക്ക് മുഴച്ച് നിൽക്കും. നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണെന്നുള്ളത്? മനസ്സിലാത്തവർ ആ ബാക്ക് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യണമെന്നും കൂടി ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ബാക്കിൽ നമുക്ക് ആദ്യം ഈ പ്ലെയിൻ നെറ്റ് ചുരുക്കിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. അത് ബാക്കിലെ പീസിൻ്റെ വീതിക്ക് ഒപ്പാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ചീത്ത വശത്ത് വെച്ചിട്ട്, ഇത് നെറ്റിൻ്റെ ചീത്ത വശം നല്ല വശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ലൈനിങ് ഉള്ള വശം ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ ചീത്ത വശം എന്ന് പറയുന്നത്. ആ ചീത്ത വശത്ത് ഈ നെറ്റിൻ്റെ വക്ക്, രണ്ടിൻ്റെയും വക്ക് ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കുക. മനസ്സിലായില്ലേ? ഇപ്പോൾ കണ്ട തയ്യൽ തുമ്പ് വന്നേക്കുന്നത് നല്ല വശത്തേക്കാണ്. എന്ന് വെച്ചിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് തെറ്റാണെന്ന് വിചാരിച്ച് അഴിക്കാനൊന്നും നിൽക്കണ്ട, കറക്റ്റ് തന്നെയാണ്. കണ്ടോ, ഇപ്പുറത്തെ സൈഡിൽ ലൈനിങ് തമ്മിൽ ജോയിൻ ചെയ്ത സ്ഥലത്ത് തയ്യൽ തുമ്പ് കാണുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ നല്ല വശം ഉണ്ടല്ലോ, ഗ്ലോസി ആയിട്ട് നിൽക്കുന്ന ഈ നല്ല വശത്ത് നമ്മൾ മെയിൻ നെറ്റ്, ഗ്ലോസി ആയിട്ടുള്ള നെറ്റ് ഇതേപോലെ ചുരുക്കിട്ടിട്ട് ഇതിൻ്റെ വീതിക്കൊപ്പാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുത്ത് 2 വക്കും തമ്മിൽ ഇതേപോലെ വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ ഈ രീതിയിൽ ജോയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് 2 സൈഡിലും നമുക്ക് തയ്യൽ തുമ്പ് പുറത്തേക്ക് കാണാത്ത രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ലൈനിങ് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് നമുക്ക് ക്രോസ് ആയിട്ട് മടക്കി കൊടുക്കാം. അംബ്രല കട്ടായിട്ടാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 9 ഇഞ്ച് നമുക്ക് ഇതേപോലെ ഒരു പോയിൻറ്റുകൾ മാർക്ക് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചെടുക്കുക. ലൈനിങ് നമ്മൾ ഒറ്റ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 36 ഇഞ്ചാണ്. നമുക്ക് 36 ഇഞ്ചിൽ തന്നെ ഇതും കട്ട് ചെയ്തെടുക്കാം. തയ്യൽ തുമ്പ് അടക്കമാണ് കേട്ടോ 36 ഇഞ്ച്. 36 ഇഞ്ചിൽ നമുക്ക് ഇതേപോലെ ടേപ്പ് നീക്കിയിട്ട് ഓരോ പോയിൻറ്റുകൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് ജോയിൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഫ്രണ്ടിൽ തികയാതെ വന്ന 2 പീസ് നമുക്ക് ഇതേപോലെ എക്സ്ട്രാ പീസ് വെച്ച് കട്ട് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാം. അങ്ങനെ എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്യുന്നതിൻ്റെ മറ്റൊരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻഡ് സ്ക്രീനിൽ കൊടുക്കാം, കണ്ടു നോക്കാം കേട്ടോ കാണാത്തവർ. ഈ ലൈനിങ് കൂടി ഫ്രണ്ടിലും ബാക്കിലെ പീസിലും നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. നമുക്ക് ഫ്രണ്ടും ബാക്കും തമ്മിൽ കൂട്ടിയടിച്ച് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നല്ല വശം തമ്മിൽ ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കുക. സൈഡ് ആദ്യം താഴെ അറ്റം വരെ കൂട്ടിയടിച്ചെടുക്കരുത്. നമ്മൾ ഈ ഫ്രില്ല് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ, നമ്മൾ ഞെറി ഇട്ട് കൊടുത്തിട്ടില്ലേ, ആ ഒരു അത്ര വരെ മാത്രം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് നിർത്താം. 2 സൈഡിലും ആ രീതിയിൽ തന്നെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചെടുത്ത ഫ്രണ്ടിലെ പട്ടയുണ്ടല്ലോ, ആ പട്ടയുടെ മുകളിലേക്ക്, അതായത് ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും നല്ല വശവും തമ്മിൽ ഇതേപോലെ ഒന്ന് ഒരുമിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് ജസ്റ്റ് സൈഡ് കൂട്ടി അടിച്ചെടുക്കരുത്. അപ്പോൾ ഇതേപോലെ തയ്യൽ തുമ്പ് ഇങ്ങനെ വിടർന്ന് നിൽക്കും.
അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പട്ടയും ക്യാൻവാസും തമ്മിൽ ഇതേപോലെ ഒരുമിച്ച് വെക്കുക. ഒരുമിച്ച് വെച്ചിട്ട് ആ പട്ടയുടെ ബാക്കിയുള്ള ഭാഗമുണ്ടല്ലോ, പട്ട നമ്മളിങ്ങനെ നിവർത്തുക, കംപ്ലീറ്റ് ആയിട്ട് നിവർത്തുക. എന്നിട്ട് ആ ബാക്കിൽ നിന്ന് ഈ ലാസ്റ്റിക്കിൻ്റെ മുകളിലേക്ക് ഇതേപോലെ പട്ട ഇത് കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഇതേപോലെ മടക്കിയിട്ട് നമുക്ക് സൈഡൊന്ന് കൂട്ടി അടിച്ചെടുക്കാം. അപ്പോൾ ഈ ഫ്രില്ല് സ്റ്റാർട്ട് ചെയ്യണ ആ പോയിൻ്റില്ലേ, ആ പോയിൻ്റ് വരെ മാത്രം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നിർത്താം. അതായത് ഒരു 10 ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നിർത്താം. ആ ഫ്രില്ലിൻ്റെ മുകളിലേക്ക് കയറ്റി സ്റ്റിച്ച് ചെയ്യരുത്, അതിന് മുമ്പായിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഇതിന് ഇതേപോലെ ഒന്ന് പുറത്തേക്ക് മറിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഈ സൈഡിൽ പോലെ തന്നെ നല്ല വശത്തെ പോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും നമുക്ക് ആ തയ്യൽ തുമ്പ് അതിൻ്റെ ഉള്ളിലേക്ക് കവർ ചെയ്ത് പോയിട്ട് നല്ല നീറ്റായിട്ട് ജോയിൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ സൈഡ് കൂട്ടിയടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പുറത്തെ സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ക്യാൻവാസ് ഉണ്ടല്ലോ, ആ ക്യാൻവാസിൻ്റെ മുകളിലേക്ക് നമുക്ക് ലാസ്റ്റിക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ക്യാൻവാസിൻ്റെ ബാക്കിയുള്ള എക്സ്ട്രാ തുണി ഉണ്ടല്ലോ, അതിനെ ഈ ലാസ്റ്റിക്കിൻ്റെ മുകളിലേക്ക് ഇതേപോലെ കവർ ചെയ്ത് വെച്ചിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഒന്ന് മടക്കി വെച്ച് സൈഡ് കൂട്ടി അടിച്ചെടുക്കാം. അപ്പോൾ കൂട്ടി അടിക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡ് നമ്മൾ 10 ഇഞ്ച് ലെങ്ത്ത് വരെ മാത്രം കൂട്ടി അടിച്ചെടുത്താൽ മതി. സൈഡ് ഇതേപോലെ നമുക്ക് മറിച്ചിട്ടെടുത്ത് കഴിഞ്ഞാൽ തയ്യൽ തുമ്പ് നല്ല കറക്റ്റായിട്ട് ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫ്രണ്ടിലെ പട്ട ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് നമുക്കിതേപോലെ ഉള്ളിലേക്കൊന്ന് മടക്കിയിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടം വരെ നമ്മൾ അടിച്ച് നിർത്തിയില്ലേ, ഇനി ഇവിടെ നിന്ന് താഴേക്ക് നമുക്ക് നെറ്റ് മാത്രം ആദ്യം ഒന്ന് കൂട്ടി അടിച്ചു കൊടുക്കുക. അതായത് പ്ലെയിൻ നെറ്റും ഗ്ലോസി ആയിട്ടുള്ള നെറ്റുണ്ടല്ലോ, അത് 4ൻ്റെ വക്കുകൾ ഇതേപോലെ ഒരുമിച്ച്, അത് 4ൻ്റെ വക്കുകളും ഇതേപോലെ ഒരുമിച്ച് പിടിച്ചിട്ട് ആ എഡ്ജിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ നെറ്റിനെ ഉള്ളിലേക്ക് നീക്കി വെച്ച് കൊടുക്കുക. ലൈനിങ്ങിനെ പുറത്തേക്ക് ഇതേപോലെ എടുക്കുക. എന്നിട്ട് ലൈനിങ്ങിൻ്റെ തയ്യൽ തുമ്പുകൾ 2 വക്കും തമ്മിൽ ഇതേപോലെ ഒരുമിച്ച് വെക്കുക. അപ്പോൾ നമ്മൾ മറ്റേതിൽ സ്റ്റിച്ച് കൊള്ളാതിരിക്കാൻ വേണ്ടി ഉള്ളിലേക്ക് നീക്കി വെച്ചിട്ട് ഈ ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ വക്കും കൂടി ഒന്ന് കൂട്ടി അടിച്ചെടുക്കുക. അപ്പോൾ ഈ പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.